നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സംസ്കൃത വ്യാഖ്യാനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പല പ്രേക്ഷകരും മലയാളത്തിൽ അതിൻ്റെ വ്യാഖ്യാനം ചെയ്യുവാൻ എന്നോട് ആവശ്യപ്പെട്ടു, നിർദ്ദേശിച്ചു. ആ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഞാൻ നാരായണീയം ഓരോ ദശകത്തിലെ 100 ദശകത്തിലെയും ഓരോ ശ്ലോകങ്ങൾ വീതം പ്രതിദിനം വ്യാഖ്യാനം, മലയാളി വ്യാഖ്യാനവും സംസ്കൃത വ്യാഖ്യാനവും ചെയ്യുകയാണ്. ഇവിടെ പ്രഥമ ദശകം ഭഗവൻ മഹിമാനുവർണ്ണനം എന്ന ആദ്യത്തെ ദശകത്തിലെ പ്രഥമ ശ്ലോകം. ഒരു ദശകമെന്നാൽ 10 ശ്ലോകമാകുന്നു. 100, 100, സഹസ്രം, 1000, അയുധം, 10000. അതിനാൽ ആദ്യത്തെ 10 ശ്ലോകങ്ങൾ ഓരോ ശ്ലോകങ്ങൾ വീതം നാം തർജ്ജമ ചെയ്യുകയാണ് മലയാള ഭാഷയിൽ. 100 ദിവസം കൊണ്ടാണ് മേൽപ്പത്തൂർ ഈ കൃതി സമ്പൂർണ്ണമാക്കിയത്. 1036 ശ്ലോകങ്ങളാണ് മൊത്തത്തിൽ. 100ാമത്തെ ദശകം അഗ്രേ പശ്യാമെന്ന ആദ്യത്തെ ശ്ലോകം രചിക്കുമ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ വാതരോഗത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നുമാണ് വിശ്വാസം. ഇതൊരു ഐതിഹ്യമല്ല, ഇത് സംഭവിച്ച ഒരു കഥയാണ്. ഒരു ഭക്തൻ്റെ തൻ്റെ ഗുരുവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാതരോഗം സ്വീകരിച്ച് കഠിനമായ സാധനയിലൂടെ ഗുരുവായൂരപ്പനെ ഭജിച്ച് രോഗത്തിൽ നിന്ന് മുക്തനായ മേൽപ്പത്തൂർ ഭക്തി കിംന ഗുരുതേ, ഭക്തി എന്താണ് ചെയ്യാത്തത് എന്ന് നമുക്ക് കാണിച്ചു തന്നു അദ്ദേഹം. ഇവിടെ പ്രഥമ ശ്ലോകമാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം, ഇതിൽ പലതും സമസ്ത പദങ്ങളാണെന്ന് അറിയുക. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം മനസ്സിലാക്കേണ്ടത്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരുപുരുഷാർത്ഥാത്മകം തത് ബ്രഹ്മതത്വം ഗുരുപവനപുരേ താവത് സാക്ഷാത് ഭാതി ഹന്ത ജനാനാം ഭാഗ്യം. പദച്ഛേദം ചെയ്തു കഴിഞ്ഞു, അന്വയം നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മലയാളത്തിലുള്ള സാരാംശം, അർത്ഥമാണ് നാം വ്യാഖ്യാനിക്കുന്നത്. ഓരോ പദാനുപദം അർത്ഥം പറയുക എന്നത് പരിമിതമായ സമയത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആകെ സത്തയോടുകൂടിയ വ്യാഖ്യാനമാണ് നാം ചെയ്യുന്നത്. സംസ്കൃതത്തിൽ നാരായണീയം വ്യാഖ്യാനം ചെയ്യുമ്പോഴും ഇപ്രകാരമാണ് നാം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഗ്രഹിക്കുവാൻ ശ്രമിക്കുക. നിറഞ്ഞ ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും തുലനം ചെയ്യാൻ സാധിക്കാത്തതും കാലദേശങ്ങളുടെ അതിരില്ലാത്തതും മായാബന്ധരഹിതവും അനേകം വേദവാക്യങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടിട്ടും സ്പഷ്ടത നീങ്ങാത്തതും
പക്ഷേ ഒറ്റ കാഴ്ചയിൽ തന്നെ വലിയ പരമാർത്ഥമാകുന്ന ആ ബ്രഹ്മതത്വം ഇതാ ഗുരുവായൂരിൽ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. അഹോ ആശ്ചര്യം! ജനങ്ങളുടെ ഭക്തരുടെ ഭാഗ്യം. നമസ്തേ.